ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ വേണമല്ലേ. അപ്പോൾ നമ്മൾ ഈ ഗനാഷൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഒരു സമയം വേണം. കേക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ടും ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ടും അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സമയങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പോകും. അപ്പോൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതിന് ഭേദം നമ്മുടെ അടുത്ത് കേക്ക് ഉണ്ടോ എന്നൊന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ വൈകുന്നേരത്തേക്കാണെങ്കിലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഒരു 10:50-നൊക്കെ വിളിച്ചിട്ട് അല്ല മെസ്സേജ് അയച്ചിട്ടേക്കുക 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു കേക്ക് എടുക്കാൻ കാണുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. നമ്മൾ ചുമ്മാ കേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് കേക്കിന് സെയിൽ നടന്നില്ലെങ്കിലും അത് ചുമ്മാ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നമ്മളത് കേക്ക് ആവശ്യാനുസരണം മാത്രമേ നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ അന്നത്തെ ദിവസം നമുക്ക് കുറേ അധികം അങ്ങനത്തെ ഒരു കേക്കിൻ്റെ ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നേരത്തെ നമ്മളിന്ന് കേക്ക് തന്നതുകൊണ്ട് തന്നെ തലേദിവസം തന്നെ സ്പഞ്ച് തയ്യാറാക്കി വെച്ചു. രാവിലെയൊക്കെ വിളിച്ചിട്ട് ഒരു വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഒരു 10:50-നൊക്കെ വിളിച്ചിട്ട് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ബട്ടർ സ്കോച്ചും അതും പോട്ടെ ഒരു ബട്ടർ സ്കോച്ചൊക്കെ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഓർഡർ പറയണം. ഇങ്ങനത്തെ കേക്കുകളൊക്കെ എന്ത് കേക്കാണെങ്കിലും വെച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഒരു മിൽക്കി നട്ടിൻ്റെ കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. അപ്പം എന്നാന്ന് വെച്ചാൽ ഇത് നമുക്ക് 1 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞില്ല. വൈകുന്നേരം ഒരു 5 മണിയെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതിനനുസരിച്ച് തലേദിവസം നമ്മൾ സ്പഞ്ചെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു കേട്ടോ. നേരത്തെ പണിയെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.